പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വഴങ്ങി സർക്കാർ. പ്രശ്നപരിഹാരത്തിന് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ. പ്രതിസന്ധി പഠിക്കാൻ മലപ്പുറം RDDയും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ഉൾപ്പെട്ട 2-അംഗ സമിതി ജൂലൈ 5-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കല്ലുകളും കമ്പുകളും വലിച്ചെറിഞ്ഞ് പ്രവർത്തകർ. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ വീട് ഉപരോധിച്ച് KSU. പ്ലസ് വൺ വിഷയത്തിൽ മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ തുടർപഠനം ആശങ്കയിൽ തുടരുന്ന സാഹചര്യത്തിൽ RRD പ്രതിഷേധത്തെ ഭയന്ന് വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്നും KSU പ്രവർത്തകർ ആരോപിച്ചു. പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിലേക്കുള്ള KSU മാർച്ച് തടഞ്ഞ് പോലീസ്. പ്രതിഷേധം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ ചൊല്ലി. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ കോഴിക്കോട് RDD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ SDPI. പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ഗേറ്റ് പൂട്ടി. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചന്ദ്രിക ദിനപത്രം. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയെന്ന് വിശേഷണം. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം കാണാതെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നു. മലബാറിനോടുള്ള അവഗണന ഇടതുപക്ഷത്തിന്റെ നയമെന്നും വിമർശനം. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ ചന്ദ്രികയിലെ വിമർശനം ആരോടാണ് ഈ വെല്ലുവിളി എന്ന തലക്കെട്ടിൽ. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം. KK രമ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ശിക്ഷാ ഇളവിൽ ഒപ്പിടരുത് എന്ന് ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ട് KK രമ. പ്രതികൾക്ക് ഇളവ് നൽകില്ലെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി KK രമ. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശിക്ഷാ ഇളവിന് നീക്കം നടന്നതിന് വ്യക്തമായ തെളിവ്. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ടു പോയാൽ മന്ത്രിമാരെ പോലും പുറത്തിറക്കാതെ പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. അഡീഷണൽ തഹസിൽദാറായിരുന്ന MI രവീന്ദ്രൻ മൂന്നാറിൽ പട്ടയം നൽകിയത് അനർഹർക്കെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള പട്ടയ വിതരണം നടന്നത് ദേവികുളത്ത് നടന്ന പട്ടയമേളയിൽ. അർഹരായവരായതിനാലാണ് പട്ടയം റദ്ദാക്കാത്തതെന്നും സർക്കാർ. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ടെന്നും സർക്കാർ വാദം വ്യാജ പട്ടയം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കവേ. മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങളിലെ ഒഴിപ്പിക്കൽ തുടരണമെന്ന് ഹൈക്കോടതി. യാതൊരു കാരണവശാലും തടസ്സമുണ്ടാകരുത്. എന്തുകൊണ്ട് സർവേ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്ന് സർക്കാരിനോട് ചോദ്യം. സർവേ പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്നും കോടതി. പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസുമായി ബന്ധപ്പെട്ട് 17 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം അനുവദിച്ചത് കേരളത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾക്ക്. ജാമ്യം നൽകിയത് RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ പോപ്പുലർ ഫ്രണ്ടുകാർക്കുൾപ്പെടെ. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ.
നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിവേദനം നൽകി സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ. വേലി തന്നെ വിളവ് തിന്നു എന്ന് ആരോപണം. നിവേദനത്തിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ നടപടി. കുറ്റവാളികളെ പിരിച്ചുവിടണം, ശിക്ഷിക്കണമെന്നും ആവശ്യം. കേസ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപണം. 100-ലേറെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ നൽകിയ നിവേദനത്തിൽ ഒപ്പിട്ടവരിൽ കെ രമ, KR മീര, സാറ ജോസഫ് എന്നിവർ. കണ്ണൂരിലെ CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമെന്ന ആരോപണം. പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു സി തോമസ്. മനസ്സുമടുത്ത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചെന്ന് മനു സി തോമസ് ന്യൂസ് മലയാളത്തോട്. CPIM കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാർട്ടി സ്വീകരിച്ചത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെയുള്ള നിലപാട്. പാർട്ടി കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന പ്രചാരവേല ശരിയല്ലെന്നും MV ജയരാജൻ. പ്രതികരണം മനു തോമസ് വിഷയത്തിൽ. വയനാട്ടിലെ കമ്പമലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. തണ്ടർബോൾട്ടിന് എതിരായ ആക്രമണത്തിന് മാവോയിസ്റ്റുകൾ കുഴിച്ചിട്ടത് എന്ന് പ്രാഥമിക നിഗമനം. ജലാറ്റിൻ സ്റ്റിക്കും ഡിറ്റനേറ്ററും ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി. മൂന്നാറിൽ മണ്ണിടിച്ചിലിനിടെ അപകടത്തിൽപ്പെട്ട സ്ത്രീ മരിച്ചത് MG കോളനി സ്വദേശി മാല. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. മണ്ണിനടിയിൽപ്പെട്ട മാലയെ പുറത്തെടുത്ത ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം. പ്രോടേം സ്പീക്കർ സ്ഥാനത്തേക്ക് തഴഞ്ഞ കൊടിക്കുന്നിൽ ഇന്ത്യ മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഓം ബിർള NDA സ്ഥാനാർത്ഥിയെന്ന് സഖ്യകക്ഷികളെ അറിയിച്ച് BJP. പാർട്ടി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ സംഘർഷം. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് ശ്രമം പരാജയപ്പെട്ടു. പോലീസ് ഗേറ്റിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും യാക്കോബായ സഭ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഓർത്തഡോക്സ് വൈദികർക്ക് പള്ളിക്കുള്ളിൽ പ്രവേശിക്കാനായില്ല. വിധി നടപ്പിലാക്കുന്നതുവരെ പള്ളിക്ക് മുന്നിൽ തുടരാൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തീരുമാനം. യാക്കോബായ സഭ വിശ്വാസികൾ പള്ളിക്കുള്ളിലും തുടരുകയാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. കോഴിക്കോട് LDF-നും CPM-നുമെതിരെ പോസ്റ്റർ. പാർട്ടിയെ നിലയ്ക്ക് നിർത്താൻ 1000 പോരാളി ഷാജിമാർ ഇനിയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കരീമുക്ക പ്രയോഗം വർഗീയതയുടേതെന്നും ജയരാജന്റെയും വിജയരാഘവന്റെയും സംസാരം ധിക്കാരപരമെന്നും പോസ്റ്ററിൽ. കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിത കൊലപാതകമെന്ന് കന്യാകുമാരി SP. മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരമന സ്വദേശി ദീപുവിന് ഗുണ്ടാസംഘങ്ങളുടെ ഭീഷണിയുണ്ടായിരുന്നതായി ഭാര്യ. 50 ലക്ഷം ഗുണ്ടാസംഘങ്ങൾ ചോദിച്ചതായും കുടുംബം. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചെന്ന് വ്യക്തമാക്കി പോലീസ്. അവയവ മാഫിയ കൊല്ലത്തും പരവൂരിൽ മാത്രം നിർധനരെ ഇരയാക്കി കോടികളുടെ കച്ചവടം. മത്സ്യത്തൊഴിലാളികളെ കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് കൊച്ചിയിലെ ആശുപത്രികളിലെത്തിച്ച്. ന്യൂസ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു.
വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ്. അമിത വേഗതയിലെത്തിയ ബസ് ഗുണ്ടൽപേട്ടിൽ വെച്ച് പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനം. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 മലയാളികൾക്ക് പരിക്ക്. മാടവനയിൽ അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിൽ നിയമലംഘനം. ബസിന്റെ സ്പീഡ് ഗവേണർ ഊരിയിട്ടിരുന്നതായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ മനോജ്. കൂടാതെ 6 സീറ്റുകൾ ബസ്സിൽ കൂടുതലായി പിടിപ്പിച്ചിരുന്നു. ഗുരുതര പിഴവ് കണ്ടെത്തിയത് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ. അങ്കണവാടിയുടെ 2ാം നിലയിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണ് കുട്ടിക്ക് പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ. രക്ഷിക്കാൻ ചാടിയ അധ്യാപികയ്ക്കും പരിക്ക്. സംഭവം അടിമാലി കല്ലാറിൽ. അപകടത്തിന് കാരണം അംഗൻവാടി ജീവനക്കാരുടെ വീഴ്ചയാണെന്ന് കുടുംബത്തിന്റെ പരാതി. അടിമാലിയിൽ അങ്കണവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി. നിർദ്ദേശം നൽകിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച് മന്ത്രി വീണ ജോർജ്. കത്ത് സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷൻ പ്രവർത്തനങ്ങൾക്കായി അർഹമായ വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട്. അർഹമായ കേന്ദ്ര വിഹിതം അനുവദിക്കാത്തതിനാൽ ആരോഗ്യരംഗത്തെ പല വിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നു. എത്രയും വേഗം തുക അനുവദിക്കണമെന്നും കത്തിൽ. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ ഇളവുകൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നാളെ മുതൽ 50 ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ് നൽകും. നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് 10% വിലക്കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ദൃഢപ്രതിജ്ഞ ചെയ്താണ് രാഹുൽ സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ ചെയ്തത് ഭരണഘടനയുടെ പകർപ്പുമായി. പശ്ചാത്തലത്തിൽ മുഴങ്ങി ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം. ചടങ്ങ് കാണാനെത്തി സോണിയാഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധി. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി നടപടി ഇഡിയുടെ വാദങ്ങൾ ശരിയായ വിധം പരിഗണിക്കാതെയാണ് വിചാരണ കോടതി ഉത്തരവെന്ന് ചൂണ്ടിക്കാട്ടി. ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിച്ചേക്കും. സനാതനധർമ്മത്തിനെതിരായ പരാമർശത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഉദയനിധി സ്റ്റാലിന് ജാമ്യം. നടനും DMK മന്ത്രിയുമായ ഉദയനിധിക്ക് ജാമ്യം ലഭിച്ചത് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ. ജാമ്യം അനുവദിച്ചത് പ്രതിനിധികൾക്കായുള്ള കേസുകൾ പരിഗണിക്കുന്ന കോടതി. 1 ലക്ഷം രൂപ കെട്ടിവെക്കാനും കോടതി നിർദ്ദേശം. സ്റ്റാലിന്റെ വിവാദ പരാമർശം സനാതനധർമ്മം മലേറിയയും ഡെങ്കിയും പോലെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടത് എന്ന്. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിലെ ചോർച്ചയെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് ക്ഷേത്രം ചോർന്നൊലിച്ചത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ആരോപണം. എന്നാൽ രൂപകൽപ്പനയിൽ പാളിച്ചയില്ലെന്ന് ക്ഷേത്ര സമിതി. BJP അയോധ്യയെ അഴിമതിയുടെ ഹബ്ബാക്കി മാറ്റിയെന്ന് ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായ്. നേരത്തെ അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ മഴയിൽ തകർന്നതും വിവാദമായിരുന്നു.
കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പ്. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ കോഴിക്കോട് കക്കയം തലയാട് റോഡിൽ രാത്രിയാത്ര നിരോധിച്ചു. നിരോധനം ഏർപ്പെടുത്തിയത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിക്കൊപ്പം ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കും വൻമരങ്ങൾ കടപുഴകാനും സാധ്യത കൂടുതലെന്നും അധികൃതർ. DLF ഫ്ളാറ്റിൽ രോഗവ്യാപനത്തിന് കാരണം കോളിഫോം ബാക്ടീരിയ മാത്രമല്ലെന്ന് പുതിയ റിപ്പോർട്ട്. ജലത്തിന്റെ സാമ്പിളിൽ റോട്ടോ ആസ്ട്രോ വൈറസുകളുടെയും സാന്നിധ്യമെന്നും റിപ്പോർട്ടിൽ. വിസർജ്യത്തിലൂടെയും മലിനജലത്തിലൂടെയും പടരുന്ന വൈറസുകളാണിവ. ആരോഗ്യമന്ത്രിക്കും വകുപ്പ് ഡയറക്ടർക്കും പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ച് ജില്ലാ ആരോഗ്യ വിഭാഗം. എറണാകുളം ജില്ലയിൽ പകർച്ചപ്പനി രൂക്ഷമാകുന്നു. ശക്തമാകുന്നത് എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവയുടെ വ്യാപനം. മുൻവർഷത്തേക്കാൾ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആരോഗ്യവകുപ്പിനും ആശങ്ക. ജില്ലയിൽ ഇതുവരെ എലിപ്പനി സ്ഥിരീകരിച്ചത് 28 പേർക്ക്. ഹെപ്പറ്റൈറ്റിസ് ബി ബാധ 10 പേർക്കും സ്ഥിരീകരിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ സർക്കാർ ആശുപത്രികൾ സജ്ജമാണെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ്. കണ്ണൂർ സ്വദേശിനിയായ 13-കാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരണം. മരിച്ചത് കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യയുടെയും മകൾ ദക്ഷിണ. മരണം തലവേദനയും ഛർദിയും കാരണം ചികിത്സയിലിരിക്കെ. ട്രെയിനിൽ വെച്ച് വിദേശ വനിതയോട് ലൈംഗികാതിക്രമം നടത്തിയ പാൻട്രി ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് മധ്യപ്രദേശ് ബിന്ദ് സ്വദേശിയായ ഇന്ദ്രപാൽ സിംഗ്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോട്ടയം റെയിൽവേ പോലീസ്. പരാതി: പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദേശ വനിതയോട് പാൻട്രി ജീവനക്കാരൻ ലൈംഗികാതിക്രമം നടത്തിയെന്നതിന്. മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത് മഹിളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബന്തെടുക്ക പടുപ്പിലെ മിനി ചന്ദ്രന്റെ മകൻ പ്രീതംലാൽ ചന്ദ്. രാവിലെ 10 മണിയോടെ വീട്ടുപരിസരത്ത് മണ്ണുമാന്തി യന്ത്രം കഴുകുന്നതിനിടയിൽ മറിയുകയായിരുന്നു. നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തിരുവനന്തപുരത്തെ വ്യവസായ മേഖലയിലുണ്ടായ തീ നിയന്ത്രണ വിധേയം. തീപിടുത്തമുണ്ടായത് വ്യവസായ മേഖലയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ. പുലർച്ചെ 4 മണിക്കുണ്ടായ അഗ്നിബാധ 20 ഫയർഫോഴ്സ് യൂണിറ്റ് തീ ശമിപ്പിച്ചു. ആളപായമില്ലെന്ന് പ്രാഥമിക നിഗമനം. അട്ടപ്പാടി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. കൽമുക്കിയൂരിൽ ഇന്ന് രാവിലെ 6 മണിയോടെ ഒറ്റയാനിറങ്ങി. ഇന്നലെ രാത്രിയും ആനകൾ കൂട്ടമായി ഇറങ്ങി പ്രദേശത്തെ കൃഷി നശിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി ജനവാസ മേഖലയിലെ അരൂർമൊഴി പള്ളിക്ക് സമീപം കാട്ടാനക്കൂട്ടം. കാലടി പ്ലാന്റേഷൻ, അതിരപ്പള്ളി എസ്റ്റേറ്റ് ഓയിൽ പാം 17 ബ്ലോക്കിലെ യാർഡിന് സമീപത്തുകൂടെ ആനകൾ വനത്തിലേക്ക് പോയി. കാട്ടാനക്കൂട്ടം ചാലക്കുടി പുഴ മുറിച്ച് വനത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തിരുവനന്തപുരം മണികണ്ഠേശ്വരം സ്വദേശിനി ശ്രീജ. ആത്മഹത്യ: മുൻ ഭർത്താവ് ശ്രീജയുടെ വീട്ടിലെത്തി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിന് പിന്നാലെയെന്ന് കുടുംബം. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി മുൻ ഭർത്താവ് ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകളെ പീഡിപ്പിച്ചതിൽ ഇയാൾക്കെതിരെ പോക്സോയും ചുമത്തി.
കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയ അപകടം, നിരവധി ആളുകൾക്ക് പരിക്ക്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങളും കാർ ഇടിച്ചിട്ടു. അപകടം പൂവാട്ടുപറമ്പ് കെയർലാൻഡ് ആശുപത്രിക്ക് സമീപം. തൃശൂർ പുന്നയൂർകുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. നടക്കാനിറങ്ങിയവർ റോഡിൽ രക്തം കണ്ടത് ഇന്ന് രാവിലെ. സ്ഥലത്തെത്തി പരിശോധന നടത്തി വടക്കേക്കാട് പോലീസ്. മനുഷ്യരക്തമാകാൻ സാധ്യതയില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ്. മഞ്ചേശ്വരം കുമ്പളയിൽ 5 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മംഗളൂരുവിൽ നിന്ന് കുമ്പളയിലേക്ക് കാറിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായി. മധൂർ ഹിദായത്ത് നഗറിലെ അബൂബക്കർ സിദ്ദിഖിനെതിരെ കേസെടുത്ത് പോലീസ്. പുകയില ഉൽപ്പന്നങ്ങളും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തോക്കും കഞ്ചാവുമായി തൃശൂരിൽ യുവാക്കൾ അറസ്റ്റിലായത് ഗുരുവായൂർ സ്വദേശികളായ ഫാസിൽ, ആകർഷ്, പാവറട്ടി സ്വദേശി റഷിഖ്, കൊല്ലം സ്വദേശി ആദർശ് എന്നിവർ. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൾ, കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ, വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ, ഇലക്ട്രോണിക് സിഗരറ്റ് തുടങ്ങിയവ പിടിച്ചെടുത്തു. പ്രതികളെ പീച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തത് മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്രയിൽ നിന്ന്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ബാറിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. കച്ചേരിത്താഴത്തെ ബാറിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുല്ലുവഴിയിൽ പാണ്ടാംകോട്ടിൽ ശബരി ബാലനെ. ശബരിയുടെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോലീസ്. വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പ്രതികളുടെ മൊഴി. കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടന്ന ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞ് നടത്തിയത് 20ലേറെ തട്ടിപ്പുകൾ. തട്ടിപ്പിനിരയായവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും. തട്ടിപ്പിനിരയാക്കിയത് ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടറുടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച്. യുവതിയുടെ തട്ടിപ്പുകൾ പുറത്തുവന്നത് മേൽപ്പറമ്പ് SI അരുൺ മോഹനെതിരെ ശ്രുതി നടത്തിയ വ്യാജ ആരോപണങ്ങൾ അന്വേഷിച്ചതോടെ. വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതായും ആരോപണം. വൈപ്പിനിലെ ബീച്ചുകളിൽ 5 ആഴ്ചയ്ക്കിടെ 5 മരണം. മഴ ആരംഭിച്ചതോടെ തിരയിൽപ്പെട്ടുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബീച്ചുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകട സാധ്യതയുള്ള ബീച്ചുകളിൽ പോലും മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. കാലവർഷം ശക്തമായതോടെ എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. എടവനക്കാട്, വൈപ്പിൻ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. ആലുവയിൽ ചുഴലിക്കാറ്റിൽ 14 വീടുകൾക്കും നാശനഷ്ടം. ആളുകളെ താൽക്കാലികമായി മാറ്റി താമസിപ്പിച്ച് ജില്ലാ ഭരണകൂടം. തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. The ultimate Malayalam news channel. News Malayalam 24/7. മുണ്ടക്കയം പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് മരം വീണു. രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. ആളപായമില്ല. ശക്തമായ കാറ്റിൽ കൂറ്റം മരം കടപുടുങ്ങി വീഴുകയായിരുന്നു. മരം വീണ് സ്റ്റേഷന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു.
എയർ ഇന്ത്യയുടെ പരാതിയിൽ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ. വിമാനത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയെന്ന് എയർ ഇന്ത്യയുടെ ആരോപണം. അറസ്റ്റിലായത് എയർ ഇന്ത്യയുമായി നേരത്തെ തർക്കത്തിലേർപ്പെട്ട സുഹൈബ്. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ കടൽ കടക്കുന്നു. അമേരിക്കയിലേക്കുള്ള ആദ്യ കയറ്റുമതി ഇന്ന് വലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. ആദ്യഘട്ടത്തിൽ യുഎസിലേക്ക് കയറ്റുമതി ചെയ്തത് സഹകരണ സംഘങ്ങൾ നിർമ്മിക്കുന്ന എണ്ണ, ഉണക്കിയ ചക്ക, മരച്ചീനി, പൈനാപ്പിൾ, ശീതീകരിച്ച മരച്ചീനി, തേയിലപ്പൊടി എന്നിവ. നിമിഷപ്രിയയുടെ മോചനത്തിനാവശ്യമായ പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ട $40,000 സമാഹരിച്ചു. തുകയുടെ ആദ്യ ഗഡുവായ $20,000 ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. സേവ് നിമിഷപ്രിയ ഫോറം അംഗം സാമുവൽ ജെറോം, നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി തുടങ്ങിയവർ യമനിൽ തുടരുന്നു. കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവർക്ക് ഭരണഘടനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവകാശമില്ല എന്ന് മോദി. ഫെഡറലിസത്തെ നശിപ്പിച്ചതും ഭരണഘടനയെ ലംഘിച്ചതും കോൺഗ്രസ്. മോദിയുടെ ട്വീറ്റ് അടിയന്തരാവസ്ഥ വാർഷിക ദിനത്തിൽ. അടിയന്തരാവസ്ഥ പരാമർശിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രസ്താവനയിൽ മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം. ജനങ്ങൾ ബിജെപിക്കെതിരായി വോട്ട് ചെയ്തത് ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാനാണെന്ന് പി ചിദംബരത്തിന്റെ മറുപടി. 18ാം ലോക്സഭയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരിക്കലും തൊട്ടുകളിക്കാൻ സമ്മതിക്കില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട്. ഇന്ത്യ എന്നും ഒരു ജനാധിപത്യ ലിബറൽ മതേതര രാജ്യമായി നിലനിൽക്കുമെന്നും എക്സിൽ കുറിച്ച് പി ചിദംബരം. 5 ദിവസമായി തുടർന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി ജലമന്ത്രിയുമായ അതിഷി മർലേന. സമരം അവസാനിപ്പിച്ചത് അതിഷിയുടെ ആരോഗ്യനില വഷളാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതിനെയും തുടർന്ന്. നിരാഹാരമിരുന്ന് പ്രതിദിനം 100 ദശലക്ഷം ഗാലൻ ജലം ഡൽഹിക്ക് അർഹതപ്പെട്ടതെന്നും അടിയന്തര പ്രാധാന്യത്തിൽ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ട്. അതിഷിയുടെ ഇടപെടൽ തലസ്ഥാനത്തെ രൂക്ഷ ജലക്ഷാമത്തിൽ. ബസ്സുകളിൽ ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപകരണങ്ങളും പാനിക് ബട്ടണുകളും സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി ബംഗാൾ സർക്കാർ. വിദ്യാർത്ഥികളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സ്കൂൾ ബസ്സുകൾക്ക് പെയിന്റ് കളർ സ്പെസിഫിക്കേഷനും നിർബന്ധമാകും. ജലക്ഷാമം ഇന്ത്യയുടെ വളർച്ചയെ ബാധിച്ചേക്കാമെന്ന് ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ റിപ്പോർട്ട്. കൽക്കരി, പവർ ജനറേറ്ററുകൾ, സ്റ്റീൽ നിർമ്മാതാക്കൾ തുടങ്ങി ജലത്തെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് ഹെൽത്തിനെ ഇത് ബാധിക്കുമെന്നും മൂഡീസ്. പൂനെ പോർഷെ കാർ അപകടക്കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ വിട്ടയക്കാൻ ഉത്തരവിട്ട് ബോംബെ ഹൈക്കോടതി. റിമാൻഡ് ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് കോടതി റദ്ദാക്കി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ മാതാപിതാക്കളും മുത്തച്ഛനും ജയിലിലായതിനാൽ സംരക്ഷണം പിതൃസഹോദരിക്ക് നൽകിയതായും കോടതി. പ്രതിയായ കൗമാരക്കാരനും മാനസികാഘാതമുണ്ടെന്നും അയാൾക്ക് കുറച്ച് സമയം നൽകണമെന്നും ബോംബെ ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ 19-കാരന്റെ ശ്വാസനാളത്തിൽ നിന്നും അട്ടയെ പുറത്തെടുത്ത് ആരോഗ്യ വിദഗ്ധർ. അട്ടയെ കണ്ടെത്തിയത് വെള്ളച്ചാട്ടത്തിലിറങ്ങിയ യുവാവിന് അസ്വസ്ഥത തോന്നിയതോടെ നടത്തിയ പരിശോധനയിൽ. അട്ടയെ ജീവനോടെ പുറത്തെടുത്ത് 14 ദിവസത്തിന് ശേഷമാണ്. മഹാരാഷ്ട്രയിലെ പാൽഘർ ബീച്ചിൽ ചത്ത തിമിംഗലം കരയ്ക്കടിഞ്ഞു. തിമിംഗലത്തിന് 100 അടിയോളം നീളമുണ്ട്. മരണത്തിന് കാരണം കപ്പലിലോ ബോട്ടിലോ ഇടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രോട്ടോകോൾ അനുസരിച്ച് മൃതദേഹം സംസ്കരിക്കുമെന്ന് പോലീസ്. ഡൽഹിയിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ചു. മരിച്ചത് ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 2 മക്കളും. തീപിടുത്തമുണ്ടായത് പ്രേംനഗറിൽ പുലർച്ചെ 3:30-ഓടെ. 4 പേരും മരിച്ചത് പുക ശ്വസിച്ചെന്ന നിഗമനം. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല.
വെജിറ്റേറിയൻ ചിക്കൻ ഫിഷ് കബാബുകളിൽ കൃത്രിമ നിറത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി കർണാടക സർക്കാർ. നിയമം ലംഘിച്ചാൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ചുമത്തും. കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു. തീരുമാനം പൊതുജനങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്ത്. നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാവുമെന്ന് റിപ്പോർട്ട്. പ്രൊജക്ടിന്റെ പൂർത്തീകരണ തീയതി 2025 ഏപ്രിലിലേക്ക് മാറ്റി. അന്താരാഷ്ട്ര വിപണിയിലെ സ്പെഷ്യൽ ഗ്രേഡ് സ്റ്റീലിന്റെ ലഭ്യതക്കുറവാണ് നിർമ്മാണം പ്രതിസന്ധിയിലാക്കിയത്. അപസ്മാരം തടയാൻ യന്ത്ര സംവിധാനം. ബ്രിട്ടനിൽ 13-കാരനിൽ ഘടിപ്പിച്ച ന്യൂറോ സ്റ്റിമുലേറ്റർ ഫലപ്രദം. തലയോട്ടിയിൽ ഘടിപ്പിക്കുന്ന ന്യൂറോ സ്റ്റിമുലേറ്റർ സംവിധാനം ലോകത്ത് ഇതാദ്യമായി. അപസ്മാരം പാർക്കിൻസൺസ് ചികിത്സയിൽ വഴിത്തിരിവായേക്കും. ഈ സംവിധാനം വികസിപ്പിച്ചത് ഓക്സ്ഫോർഡ് സർവകലാശാലയും 3 ആശുപത്രികളും സംയുക്തമായി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ജനവിധി തേടി മലയാളി. പാർലമെന്റ് അംഗമാകാൻ മത്സരിക്കുന്നത് തിരുവനന്തപുരം വർക്കല ശിവഗിരി സ്വദേശി എറിക് സുകുമാരൻ. എറിക് മത്സരിക്കുന്നത് പ്രധാനമന്ത്രി ഋഷി സുനക് നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായി. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഹൗസ് ഓഫ് കോമൺസിലേക്ക് എത്തുന്ന ആദ്യ മലയാളി വംശജനാകും ഈ 38-കാരൻ. വോട്ടെടുപ്പ് ജൂലൈ 4-ന്. പ്രതിവർഷം മദ്യപാനം 3 ദശലക്ഷം പേരുടെ മരണത്തിന് കാരണമാക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന. കണക്ക് പുറത്തുവിട്ടത് മദ്യപാനം, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ 2019-ൽ 2.6 ദശലക്ഷം മരണങ്ങൾ മദ്യപാനം മൂലമുണ്ടായെന്നും കണക്കുകൾ. ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ 4.7%മാണിത്. ആപ്പിളിന്റെ ഐഫോൺ 16 സീരീസ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ലോഞ്ച് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. സെപ്റ്റംബറിൽ വിപണിയിലെത്തിയേക്കും. ഡിസ്പ്ലേ വലുപ്പം, ക്യാമറ മികവ്, ഓവറോൾ പെർഫോമൻസ് എന്നിവയിലും പുതുമ പ്രതീക്ഷിക്കുന്നു. ബേസ് മോഡലുകൾക്ക് വെർട്ടിക്കൽ ക്യാമറ മൊഡ്യൂൾ ലഭിക്കുമെന്നും പ്രതീക്ഷ. ഇന്ത്യ ഇസ്രയേലിന് ആയുധം നൽകുന്നുണ്ടാകാമെന്ന് പ്രസ്താവിച്ച ഇന്ത്യയിലെ മുൻ ഇസ്രയേൽ അംബാസഡർ ഡാനിയൽ കാർമൻ. 99-ലെ കാർഗിൽ യുദ്ധത്തിൽ ഇസ്രയേൽ നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദിയായി ഇന്ത്യ തിരിച്ചും ആയുധം നൽകിയേക്കുമെന്നാണ് ഡാനിയൽ കാർമന്റെ പരാമർശം. ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രയേലിന് ഡ്രോണുകളും പീരങ്കി ഷെല്ലുകളും നൽകിയെന്ന ഊഹാപോഹ റിപ്പോർട്ടുകൾക്കിടയിലാണ് ഡാനിയൽ കാർമന്റെ പ്രസ്താവന. ചൈനയിൽ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച റോക്കറ്റിന്റെ അവശിഷ്ടം ജനവാസ മേഖലയിൽ തകർന്നു വീണു. റോക്കറ്റ് വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. റോക്കറ്റ് തകർന്നു വീഴുന്നത് കണ്ട് പരിഭ്രാന്തരായി കുട്ടികളടക്കം ഓടി രക്ഷപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. റോക്കറ്റിന്റെ ഭാഗം തകർന്നു വീണതിന് പിന്നാലെ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നതായും റിപ്പോർട്ട്. ഇന്തോനേഷ്യയിലെ ജിമ്മിൽ ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന യുവതി 3 നില കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. ട്രെഡ്മില്ലിൽ നിന്ന് തെറിച്ചു വീണ യുവതി ജനാലയിലൂടെ താഴേക്ക് വീണാണ് മരണം. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. യുവതി തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നതിനിടെയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമിതവേഗക്കാരെ ലക്ഷ്യമിട്ട് അബുദാബി പോലീസ് 300 ദിർഹം മുതൽ 3000 ദിർഹം വരെ പിഴ ഈടാക്കുന്ന 8 നിർദ്ദിഷ്ട ഓവർ സ്പീഡ് കുറ്റകൃത്യങ്ങളുടെ ഫൈനുകൾ പുറത്തുവിട്ടു. വേഗപരിധി ലംഘനങ്ങൾക്ക് പുതുക്കിയ പിഴയും ബ്ലാക്ക് പോയിന്റുകളും പോലീസ് ശക്തമാക്കി. വാഹനം ഓടിക്കുന്നവർ വേഗപരിധി പാലിക്കണമെന്ന് അബുദാബി പോലീസ്. ബലാത്സംഗ കേസുകളിൽ ഗർഭചിത്രം അനുവദിക്കാൻ ഒരുങ്ങി UAE. പുതിയ പരിഷ്കരണ പ്രമേയം പാസാക്കി. പ്രമേയം ബാധകമാകുക കുറഞ്ഞത് 1 വർഷമെങ്കിലും UAEയിൽ കഴിയുന്നവർക്ക്. UAEയുടെ ഔദ്യോഗിക ഗസറ്റിൽ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പ്രാബല്യത്തിൽ വരും. പുതിയ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച് UAE. പരിസ്ഥിതി സംരക്ഷണത്തിൽ അസാധാരണമായ സംഭാവനകളും പരിശ്രമങ്ങളും നടത്തിയ വ്യക്തികൾക്ക് 10 വർഷത്തെ വിസ അനുവദിക്കും. പദ്ധതി UAEക്ക് അകത്തും പുറത്തുമുള്ള സുസ്ഥിര സംരംഭങ്ങളെ ഉൾപ്പെടുത്തി.
കബയുടെ താക്കോൽ പുതിയ പരിചാരകന് കൈമാറി. താക്കോൽ കൈമാറിയത് ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബിക്. കബയുടെ പരിചാരകനായിരുന്ന ഡോക്ടർ സ്വാലിഹ് അൽ ഷൈബിയുടെ മരണത്തെ തുടർന്നാണ് പിൻഗാമിയെ കണ്ടെത്തിയത്. ഇതോടെ 78ാമത് കഅബ പരിചാരകനായി ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബി. പുതിയ റെക്കോർഡ് ഉയരത്തിൽ സെൻസെക്സ് ആദ്യമായി 78,000 കടന്നു. നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിൽ. NSE നിഫ്റ്റി 50 ആജീവനാന്ത ഉയര നിരക്കായ 23,710 23,710.45 ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്കിംഗ് ഓഹരികൾ വിപണി നേട്ടത്തിൽ മുന്നിലാണ്. സാമ്പത്തിക ഓഹരികൾ 1.7% വർദ്ധിച്ചു. ബാങ്ക് ഓഹരികൾ 1.6% ഉയർന്നു. കൊൽക്കത്തയിലെ നിർമ്മാണ ഫാക്ടറി അടച്ചുപൂട്ടാൻ ബ്രിട്ടാനിയ. രാജ്യത്തെ ഏറ്റവും പഴയ രണ്ടാമത്തെ നിർമ്മാണ യൂണിറ്റാണിത്. ഉയർന്ന ഉൽപാദനശേഷിയുള്ള ആധുനിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കമ്പനി പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. $96,000 കോടി രൂപയുടെ 5G സ്പെക്ട്രം ലേലം ആരംഭിച്ചു. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ പ്രമുഖ ടെലികോം കമ്പനികളെ ആകർഷിക്കുന്ന 5G സ്പെക്ട്രം ലേലത്തിൽ 8 ബാൻഡുകൾ. 2022 ഓഗസ്റ്റിൽ നടന്ന അവസാന സ്പെക്ട്രം ലേലത്തിൽ 1.5 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ശേഖരം സർക്കാർ നേടിയിരുന്നു. റിലയൻസ് ജിയോ ഏറ്റവും കൂടുതൽ EMD നിക്ഷേപിച്ചത് 3,000 കോടി രൂപയാണ്. കാപ്പി പ്രേമികളിൽ മരണസാധ്യത ഗണ്യമായി കുറയുന്നതായി പഠന റിപ്പോർട്ട്. കാപ്പി കുടിക്കുകയും അലസമായ ജീവിതശൈലി നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ മരണസാധ്യത കുറയുന്നതായാണ് റിപ്പോർട്ട്. BMC പബ്ലിക് ഹെൽത്ത് ജേർണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പഠനം നടത്തിയത് US-ലെ മുതിർന്നവരിൽ. പ്രമുഖ ഫുഡ് ബ്രാൻഡായ യൂണിടേസ്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറായി പത്മശ്രീ മോഹൻലാൽ. യൂണിടേസ്റ്റിന്റെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് യൂണിടേസ്റ്റ് ചെയർമാൻ ഡോക്ടർ M ഷഹീർ ഷായും മോഹൻലാലും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചത്. മസാലക്കൂട്ടുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, പായസം മിക്സുകൾ തുടങ്ങി 200ഓളം ഉൽപ്പന്നങ്ങളാണ് യൂണിടേസ്റ്റ് വിപണിയിൽ എത്തിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 2024 ബജറ്റിലെ നികുതി ഇളവ് പരിധി 5 ലക്ഷം രൂപയായി ഉയർത്തിയേക്കും. സെക്ഷൻ 80C പരിധി 2 ലക്ഷം രൂപയായി ഉയർത്താൻ സാധ്യത. പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള നികുതി ഇളവ് പരിധി വരാനിരിക്കുന്ന വർഷങ്ങളിൽ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്താനും സാധ്യത. 2024 ബജറ്റ് ജൂലൈ 23 അല്ലെങ്കിൽ 24 അവതരിപ്പിച്ചേക്കും. തമിഴ് സൂപ്പർ സ്റ്റാർ രാജ്യത്ത് നായകനാകുന്ന വിടാമുയർച്ചയുടെ ചിത്രീകരണം അസർബൈജാനിൽ പുരോഗമിക്കുന്നു. സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹമ്മർ ജീപ്പിലെ സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. 2 മാസം മുൻപ് ഇതേ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ അജിത്ത് ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ചിത്രം സംവിധാനം ചെയ്യുന്നത് മകിഴ് തിരുമേനി. കങ്കണ റണൌട്ട് കേന്ദ്ര കഥാപാത്രമാകുന്ന എമർജൻസിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം തിയേറ്ററുകളിലെത്തുക സെപ്റ്റംബർ 6-ന്. കങ്കണ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധാനം, രചന, നിർമ്മാണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. കങ്കണ ചിത്രത്തിലെത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായി. ചിത്രത്തിലെ അഭിനേതാക്കൾ അനുപം ഖേർ, മഹിമ ചൗധരി, മിലിന്ദ് സോമൻ, വിശാഖ് നായർ എന്നിവർ. സംവിധായകനും നടനും നിർമ്മാതാവുമായ MA നിഷാദ് ഒരുക്കുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ സിനിമ സർവീസ് കാലത്ത് നിഷാദിന്റെ അച്ഛൻ കുറിച്ചിട്ട കേസിലെ കണ്ടെത്തലുകൾ കോർത്തിണക്കിയ കഥ. വമ്പൻ താരനിര ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതായി സംവിധായകൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു.
ജോജു ജോർജ് ആദ്യമായി എഴുതി സംവിധാനം ചെയ്യുന്ന പണിയുടെ അണിയറ ചിത്രങ്ങൾ പങ്കുവച്ച് താരം. ഗിരി ആൻഡ് ഗൗരി ഫ്രം പണി എന്ന ക്യാപ്ഷനിൽ എത്തിയ ചിത്രങ്ങൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ജോജുവിന്റെ നായികയായി എത്തുന്ന അഭിനയ സംസാര കേൾവി പരിമിതിയുള്ള ആർട്ടിസ്റ്റ്. സിനിമയിലെ വേർതിരിവുകളെക്കുറിച്ച് തുറന്നടിച്ച് നടി മമത മോഹൻദാസ്. ഏത് ഇൻഡസ്ട്രി ആയാലും സൂപ്പർ താര പദവി ചിലർ സ്വയം പ്രഖ്യാപിക്കുന്നതാണെന്നും അല്ലാതെ പ്രേക്ഷകർ നൽകുന്നതല്ലെന്നും മമത. മലയാളത്തിൽ ഒരു വലിയ നായിക തിരിച്ചുവരവ് നടത്തിയപ്പോൾ ആ സിനിമയിൽ താൻ അഭിനയിച്ചു. എന്നാൽ താൻ നായികയായ ചിത്രത്തിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവർ വരാൻ സമ്മതിച്ചില്ലെന്നും മമത. യൂറോ കപ്പിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടം. നോക്കൌട്ട് പ്രതീക്ഷയുമായി ഫ്രാൻസ് പോളണ്ടിനെയും നെതർലൻഡ്സ് ഓസ്ട്രിയയെയും നേരിടും. ഇംഗ്ലണ്ടിന് ഇന്ന് സ്ലൊവേനിയ എതിരാളികൾ. നോക്കൌട്ട് ഉറപ്പിക്കാൻ വമ്പൻ ടീമുകൾക്ക് ജയം അനിവാര്യം. T20 ലോകകപ്പിൽ ചരിത്രം കുറിച്ച അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ 8 റൺസിന് തോൽപ്പിച്ച് ലോകകപ്പ് സെമിയിൽ. ഓസ്ട്രേലിയ പുറത്ത്. സെമിയിൽ അഫ്ഗാൻ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് സമനിലയോടെ തുടക്കം. കോസ്റ്റാറിക്ക ബ്രസീലിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. മാർക്വിഞ്ഞോസിന്റെ ഗോള് വാറിൽ നിഷേധിച്ചത് ബ്രസീലിന് തിരിച്ചടി. പരാഗ്വേയെ തോൽപ്പിച്ച് കൊളംബിയ. ബ്രസീൽ ടീമിന്റെ വിമർശകർക്ക് മറുപടിയുമായി സൂപ്പർ താരം നെയ്മർ. പുറത്തുള്ളവർക്ക് ടീമിൽ നടക്കുന്നത് അറിയില്ല. ഈ ടീമിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ബ്രസീൽ തിരിച്ചു വരുമെന്നും സൂപ്പർ താരത്തിന്റെ കുറിപ്പ്. നെയ്മറിന്റെ പ്രതികരണം ബ്രസീലിന്റെ മത്സരം നേരിട്ട് കണ്ട ശേഷം. കോപ്പ അമേരിക്കയിൽ നാളെ മുൻ ചാമ്പ്യന്മാർ നേർക്കുനേർ. അർജന്റീന നാളെ ചിലിയെ നേരിടും. മത്സരം രാവിലെ 6:30 ന്യൂജേഴ്സിയിൽ. ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനിയില്ല. ഓസ്ട്രേലിയ ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ വിടവാങ്ങൽ. നേരത്തെ ടെസ്റ്റിൽ നിന്നും ഏകദിനത്തിൽ നിന്നും വിരമിച്ചിരുന്നു. അവസാനിപ്പിക്കുന്നത് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ. പരിക്കിൽ നിന്ന് മോചിതനായി സെർബിയൻ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് തിരിച്ചെത്തുന്നു. അടുത്ത മാസം ആദ്യം തുടങ്ങുന്ന വിംബിൾഡണിനായി പരിശീലനം തുടങ്ങി. ഈ വർഷം മറ്റ് ടൂർണമെന്റുകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ജോക്കോവിച്ച്. റയൽ മാഡ്രിഡ് ക്യാപ്റ്റൻ നാച്ചോ ക്ലബ്ബ് വിട്ടു. പ്രതിരോധ താരം സൗദി ക്ലബിലേക്ക് പോകുമെന്ന സൂചന. റയൽ വിടുന്നത് 23 വർഷം നീണ്ട കരിയറിനൊടുവിൽ. താരത്തിന് നന്ദി അറിയിച്ച് റയൽ മാഡ്രിഡ്. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ ലക്ഷ്യമിട്ട് ബാഡ്മിന്റൺ താരം HS പ്രണോയ്. ഇത്തവണ മെഡലുമായി തിരിച്ചെത്താമെന്ന് പ്രതീക്ഷയെന്ന് മലയാളി താരം. കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിലടക്കം 2 മെഡൽ നേടിയത് പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രണോയ്.